വി എസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും ആവേശമായിരുന്നു. സഖാവ് വി എസ് ഞങ്ങൾ ഈ പറയുന്ന പോലെ കൊല്ലം ജില്ലയുടെ അങ്ങേറ്റമായ ആര്യങ്കാവ് എന്ന പ്രദേശത്തു നിന്ന് വരികയാണ്. സഖാവ് വി എസിനെ ഒരു നോക്ക് കാണുവാൻ ഞങ്ങളുടെ എല്ലാ ആവേശമായ ഞങ്ങളുടെ ചെറുപ്പക്കാരുടെയും അതേപോലെ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും അതുപോലെ തന്നെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ആവേശമായ സഖാവ് വി എസിനെ കാണുവാൻ ഞങ്ങൾ ഇത്രയും ദൂരത്തുനിന്ന് വന്നിരിക്കുകയാണ്. ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടെ പാവം പിടിച്ച തോട്ടം തൊഴിലാളികളുടെയും അതേപോലെ തന്നെ കർഷകരുടെയും എല്ലാം വലിയ ഒരു ഇഷ്ടപ്പെട്ട നേതാവാണ് സഖാവ് വി എസ്. വി എസിനെ കാണുമ്പോൾ ഞങ്ങൾ ഇവിടെ ഇത്രയും ദൂരം ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഞങ്ങൾ ഇനിയും വി എസിനൊപ്പം തന്നെ വി എസിൻ്റെ അവസാന യാത്രയിൽ ഞങ്ങൾ വി എസിനൊപ്പം തന്നെ കൂടെ ഈ അവസാനം വരെ നാളെ വരെ വി എസിൻ്റെ കൂടെ ഞങ്ങൾ കാണുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതായത് പുന്നപ്രയിലെ വീര രക്തസാക്ഷികൾക്കൊപ്പം അന്തി ഉറങ്ങുന്ന സമയം വരെ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവും. ആര്യങ്കാവിൽ നിന്നാണ് വരുന്നത്. വി എസുമായിട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ, സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ പഞ്ചായത്തിൽ ആദ്യമായിട്ട് വരുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ള നമ്മുടെ പഞ്ചായത്തിൽ വന്ന് ആദ്യമായിട്ട് കണ്ടിട്ടുണ്ട്. ഞാൻ ഏതാണ്ട് എനിക്കൊരു 24 വയസ്സുള്ളപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ വി എസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ്. പുള്ളിയുടെ ആദർശം ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ. അതാണ് പുള്ളിയെ നമുക്ക് അത്രയും ദൂരം ഞങ്ങൾ ഇവിടെ വന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ ഇത്രയും ദൂരം താണ്ടി വന്നേക്കുന്നത്. ഒരു പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു നിമിഷം അദ്ദേഹം ഒന്ന് ആ ഓർമ്മയിലേക്ക് പോയി എന്ന് തോന്നല്ലേ ചേട്ടാ? നമുക്ക് എല്ലാവർക്കും ബി എസിനെ കുറിച്ച് ഓരോ ഓർമ്മകളുണ്ടാകും. ആ യുഗം കടന്നു പോവുകയാണ്. വല്ലാത്തൊരു വിടവാണ്. ബി എസിന് പകരം വയ്ക്കാൻ ബി എസ് മാത്രമേ ഉള്ളൂ. നമ്മൾ ബി എസിനെ കണ്ടാണ് ഈ രാഷ്ട്രീയത്തിലോട്ടൊക്കെ എടുത്ത് ചാടിയതും. നമുക്കൊരു ആവേശം ബി എസ് ആണ്. ബി എസിനെ പകരം വയ്ക്കാൻ വേറൊരു നേതാവ് ഇല്ല, ഇനി ഉണ്ടാവുകയില്ലെന്നാണ് നമ്മളെ മനസ്സിൽ നിന്ന് പറയുന്നത്. മനസ്സിൽ നിന്ന് പറയുന്ന വാക്കുകളാണ്. മനസ്സിൽ തട്ടി പറയുന്ന ആൾക്കാർ. ആര്യങ്കാവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ കഴക്കൂട്ടത്താണുള്ളത്. ആര്യങ്കാവ് വലിയ ദൂരമുള്ള സ്ഥലമാണ്. കൊല്ലത്ത് നിന്ന് ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രം എത്തുന്ന ഒരു സ്ഥലമാണ്. അത്രയും ദൂരം സഞ്ചരിച്ച് എത്തി നാളെ ആലപ്പുഴയിൽ പുന്നപ്രയിൽ പഴയ വിപ്ലവകാരികളൊക്കെ ഉറങ്ങുന്ന ആ മണ്ണിൽ, പുന്നപ്രയുടെ സമരസഹാക്കൾ ഉറങ്ങുന്ന മണ്ണിൽ അന്തിവിശ്രമം വി എസ് കൊള്ളുന്നിടം വരെ ഇവരെല്ലാവരും ആ ഒരു അദ്ദേഹത്തിന് യാത്ര അയക്കാൻ വേണ്ടി ഉണ്ടാകും. ഒട്ടേറെ പ്രവർത്തകരുണ്ട്. ഒട്ടേറെ സജീവമായി CPM ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. യുവജന നേതാക്കന്മാരുണ്ട്. അതൊന്നുമല്ലാത്ത ഒട്ടേറെ ആൾക്കാരുണ്ട്. CITUവിൻ്റെ നേതാക്കന്മാരുണ്ട്. അപ്പം തന്നെ ഈ കഴക്കൂട്ടത്ത് നിന്ന് ബി എസിനെ അടുത്തറിഞ്ഞ ആൾക്കാരാണ് അല്ലേ? എന്തായിരുന്നു നിങ്ങൾക്കൊരു ബി എസിൻ്റെ ഒരു വിട ഒരു ബി എസിൻ്റെ വിടയെന്ന് പറയുമ്പോൾ നമുക്ക് നാട്ടിലെ ഏറ്റവും യുവാക്കൾക്കുൾപ്പെടെയുള്ള പഴയ തലമുറയ്ക്കും ഏറ്റവും വലിയ നഷ്ടമാണ് ബി എസിൻ്റെ വിയോഗമെന്ന് പറയുന്നത്. കാരണം അത്രമാത്രം ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ചേക്കേറിയ ഒരാളാണ് വി എസ് അച്യുതാനന്ദൻ. വി എസ് അച്യുതാനന്ദൻ്റെ ഓരോ പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. കുടുംബത്തിനോ വീട്ടിനോ ഒന്നുമല്ല, സ്വന്തം ജീവിതം പോലും ഒഴിഞ്ഞു വെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ. അതിനപ്പുറത്തോട്ട് ഒരു നേതാവും ഇത്തരത്തിലില്ല എന്ന് വേണമെങ്കിൽ വാസ്തവമായിട്ട് പറയാം. അത് തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ഒരു നേതാവും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ഓരോ